യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. ഈ പ്രഭാതത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം. നോക്കൂ, കർത്താവ് പറയുന്നു, ഒരു മനുഷ്യനെ മൂന്നായി തരം തിരിച്ചും കൊണ്ടാണ് കർത്താവ് ഈ വചനങ്ങളെ പറയുന്നത്. ഒന്ന്, അവൻ യാചിക്കുന്നതായ മനുഷ്യൻ. രണ്ട്, അന്വേഷിക്കുന്നതായ മനുഷ്യർ. മൂന്ന്, മുട്ടുന്നതായ മനുഷ്യർ. ആരാണ് ഈ യാചിക്കുന്നവർ? സ്വന്തമായി ചെയ്യുവാൻ അല്ലെങ്കിൽ അനുഭവിക്കുവാൻ, കണ്ടെത്തുവാൻ കഴിവില്ലാത്ത, പ്രാപ്തിയില്ലാത്തതായ മനുഷ്യർ. അവർ ശിശുക്കളെ പോലെയുള്ളവരാണ്. ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മുന്നിൽ അവർ അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് യാചിക്കുന്നു. അവർക്ക് വാങ്ങിക്കുവാനും ആ ആവശ്യങ്ങളെ നിറവേറ്റുവാനും അവരുടെ കയ്യിൽ നിവൃത്തികളൊന്നുമില്ല. അവർ അപ്രാപ്തരാണ്, ശൈശവപ്രായമാണ്, ശിശുക്കളെ പോലെയാണ്. മറ്റുള്ളവരെ പോലെ ജീവിക്കുവാൻ അവർക്ക് ആഗ്രഹമുണ്ട്, അവർക്ക് അനേകം മോഹങ്ങളുണ്ട്, അവർക്ക് അനേക താല്പര്യങ്ങളുണ്ട്, അവരുടെ ജീവിതത്തിൽ വളരുവാനുള്ളതായ അനേക പാതകളെ അവർ കാണുന്നുണ്ട്. പക്ഷെങ്കിൽ അതിൽ തനിയെ പോകുവാൻ അവർക്ക് പ്രാപ്തിയില്ല, കഴിവില്ലാത്തവരാണ്. അവർ എന്തു ചെയ്യുന്നു? മാതാപിതാക്കളുടെ സഹായം ആവശ്യപ്പെടുന്നു. മാതാപിതാക്കളില്ലാത്തവർ മറ്റുള്ളവരുടെ സഹായം ആവശ്യപ്പെടുന്നു. മറ്റുള്ളവരുടെയും മാതാപിതാക്കളുടെയും സഹായം ഇല്ലാത്തവർ ജീവിതത്തിൽ അവർ പ്രത്യാശയില്ലാത്ത കുഞ്ഞുങ്ങളായി, ആരിലും അല്ലെങ്കിൽ അവരുടെ ആശ്രയം ആരിലും കണ്ടെത്തുവാൻ കഴിയാത്തവരായി നിരാശയുള്ള ജീവിതത്തിലേക്ക് പോകുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറയുന്നു, യാചിപ്പീൻ, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. ലഭിക്കത്തില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളതായ പല കാര്യങ്ങളും വിശ്വാസത്തോടുകൂടി യാചിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും. അതിനുശേഷം കർത്താവ് നമ്മളെ ചില ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കുകയാണ്. നാം ചോദിച്ചു വാങ്ങിക്കുന്നവരായിട്ട് എപ്പോഴും തീരാതെ ദൈവം നമുക്ക് ബലവും ശക്തിയും കൃപയും തരുമ്പോൾ നാം ചിലതൊക്കെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിൻ്റെ മഹത്വം. നാം ഒരു മാതാപിതാക്കളുടെ സഹായത്താൽ നാം വിദ്യാഭ്യാസം ചെയ്തെന്നിരിക്കട്ടെ, നാം പഠിച്ചു, പല കാര്യങ്ങൾ പഠിക്കുകയും ഗ്രഹിക്കുകയും പ്രാപ്തിയുള്ളവരാകുകയും ചെയ്തു, യൗവനക്കാരായി. അതിനുശേഷം എന്തു ചെയ്യും? മാതാപിതാക്കളുടെ അടുത്ത് നിന്ന് നമുക്ക് യാചിക്കാൻ കഴിയത്തില്ല. എന്താണ് മാതാപിതാക്കൾ പറയുന്നത്? മകനെ, പോയി ജോലി ചെയ്ത് കഴിഞ്ഞാട്ട്, ഇന്ന ജോലി ഞാൻ നിന്നെ പഠിപ്പിച്ചില്ലേ, ഈ ജോലി കണ്ടുപിടിച്ചാട്ട്, വരുമാനമുള്ള മാർഗങ്ങൾ നമുക്ക് കാണിച്ചു തന്നുകൊണ്ട് ജോലി ചെയ്യുവാൻ നമ്മെ ഉപദേശിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അനേക കാര്യങ്ങൾ നമ്മൾ സ്വയമായി അന്വേഷിച്ച് കണ്ടെത്തുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മെ നിർബന്ധിതരാക്കുന്നു. ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതായ ഒരു കാലഘട്ടം. മനുഷ്യരുടെ ജീവിതത്തിൽ ആദ്യം യാചിക്കുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. നിന്റെ കഴിവില്ലായ്മയിലും നിന്റെ അസ്ഥിരതയിലും നിന്റെ ആ ശേഷിയില്ലായ്മയിലുമൊക്കെ നീ മറ്റുള്ളവരോട് യാചിച്ചു. എന്നാൽ ഇപ്പോൾ ദൈവം നിന്നെ ബലമുള്ളവനാക്കി തീർത്തു, ശക്തിയുള്ളവനാക്കി തീർത്തു. നിനക്ക് പല അറിവുകൾ തന്നു, ജ്ഞാനങ്ങൾ തന്നു. നീ അല്പം കൂടെ വളർന്നു. മാതാപിതാക്കളുടെ മുൻപിൽ നീ ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനായി തീർന്നു. സമൂഹത്തിൽ നീ അംഗീകരിക്കപ്പെട്ടവനായി തീർന്നു. മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ നിനക്ക് ജ്ഞാനവും വിവേകവും ദൈവം നൽകിത്തന്നു. ആ സമയത്ത് കർത്താവ് എന്താണെന്ന് പറയുന്നത് അറിയാമോ? നീ അന്വേഷിക്കുക. ആത്മീകമായും ഭൗമികമായും ദൈവത്തിൻ്റെ വചനത്തിൽ ഇവ വളരെ അർത്ഥമേകുന്നതായ കാര്യങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. അന്വേഷിപ്പീൻ. നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും അന്വേഷിക്കാത്തവരായി തീരുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു കാര്യങ്ങളെക്കുറിച്ചുള്ളതായ ഒരു തിരക്കൽ നിനക്കില്ലാതാകുമ്പോൾ എന്താണെന്നറിയാമോ? നീ എപ്പോഴും ആ ശൈശവ പ്രായത്തിൽ ഇരുന്നു കൊണ്ട് വളർച്ചയില്ലാത്ത കുഞ്ഞുങ്ങളായി മാറിപ്പോകും. അതുകൊണ്ട് കർത്താവ് പറയുന്നു, ഇപ്പോൾ നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വന്നു. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ പുറത്തേക്കിറങ്ങി അന്വേഷിക്കുക. നിന്റെ വരുമാന മാർഗം അന്വേഷിക്കുക. ആത്മീക ജീവിതത്തെക്കുറിച്ച് അന്വേഷിക്കുക. ദൈവത്തെക്കുറിച്ച് അന്വേഷിക്കുക. മറ്റുള്ളവരെക്കുറിച്ച് അന്വേഷിക്കുക. അന്വേഷിക്കുമ്പോൾ നിനക്ക് അനേക കാര്യങ്ങൾ മറഞ്ഞു കിടന്നത് പലതും നിന്റെ മുൻപിൽ ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടുവരും. അതിനുശേഷമാണ് മൂന്നാമത്തെ പകുതിയിലുള്ളവർ വെളിപ്പെടുന്നത്. മുട്ടുവീൻ, തുറക്കപ്പെടും. ആരാണ് മുട്ടുന്നത്? പുറത്ത് കിടക്കുന്നവർ, പ്രാപ്തിയില്ലാതെ വാർദ്ധക്യത്തിലായിരിക്കുന്നവർ, മനുഷ്യരാൽ നിന്ദിതരും
അപമാനിതരും തിരസ്കൃതരും എറിഞ്ഞുകളയപ്പെട്ടവരും അല്ലെങ്കിൽ വഴിയോരങ്ങളിൽ സമൂഹത്തിൽ ഉപേക്ഷിക്കപ്പെട്ടതായ ജീവിതങ്ങൾ. അവർക്ക് കയറി ചെല്ലുവാൻ ഒരു ഭവനമില്ല, അവർക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല. മറ്റുള്ളവരാൽ ഉപേക്ഷിക്കപ്പെട്ട്, മറ്റുള്ളവരാൽ അവഗണിക്കപ്പെട്ട്, നിന്ദിക്കപ്പെട്ട് കിടക്കുന്നതായ ഒരു ജീവിതം. അവർ വലിഞ്ഞിഴിഞ്ഞ് ചില വാതിലുകളിൽ ഉത്തരം കിട്ടാതെ, തുറക്കുമോ ഇല്ലയോ എന്നറിയാതെ അവർ വീണ്ടും മുട്ടിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം, അവർക്ക് പ്രത്യാശയേൽക്കുന്നതായ വചനം അവരോട് പറയുകയാണ്, നീ അധൈര്യപ്പെടേണ്ട, മുട്ടുക, നിനക്കായി തുറക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ കർത്താവ് ഈ വചനം പറയുമ്പോൾ 3 വിധമായിട്ടുള്ളതായ കാര്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, അവസ്ഥകൾ, അനുഭവങ്ങൾ, ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ 3 രീതിയിൽ കർത്താവ് അവതരിപ്പിച്ചതിന് ശേഷം അതിൻ്റെ അങ്ങേപ്പുറത്ത് കർത്താവ് നമുക്ക് തരുന്നത് പ്രത്യാശയുടെ വാഗ്ദത്ത നിവൃത്തികളാണ്. എത്രയോ പ്രാവശ്യം, എത്രയോ ദിവസം ദൈവത്തിൻ്റെ സന്നിധിയിൽ ചോദിച്ച് മടുത്തുപോയി. നിനക്കിനി ലഭിക്കത്തില്ല എന്ന് നീ കരുതിയതായ ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കും, നിനക്കതിൽ ലഭിക്കും എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിനക്ക് വാഗ്ദത്തം തരികയാണ്. ദൈവത്തിന് നോക്കൂ, കർത്താവ് പറഞ്ഞതായ കാര്യങ്ങളിൽ വാഗ്ദത്തം മറഞ്ഞു കിടക്കുകയാണ്. നിനക്ക് യാചിപ്പീൻ, നിനക്ക് ലഭിക്കും. നിനക്ക് ഇതുവരെ നീ വിചാരിച്ചത് നിനക്ക് ലഭിക്കത്തില്ലെന്നാ, നീ അതിന് അർഹനല്ലെന്നാ. ഇല്ല, മക്കളെങ്കിലോ നീ അവകാശികളാകും. നിനക്ക് ചോദിക്കാൻ അവകാശമുണ്ട്, നീ ചോദിക്കുക, നിനക്ക് ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം ലഭിക്കുന്നതായ അനേക കാര്യങ്ങളെ, ആ വാഗ്ദത്തങ്ങളെ തന്നതിന് ശേഷം കർത്താവ് അടുത്ത വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കുക. എന്താണെന്നറിയാമോ? അന്വേഷിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. അന്വേഷിക്കുന്ന ഒരു വ്യക്തിക്ക്, കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വ്യക്തിക്ക്, സത്യ അന്വേഷികൾക്ക്, വാസ്തവമായിട്ട് സംഗതികളുടെ ആ പരമാർത്ഥതയെ അന്വേഷിക്കുന്നവർക്ക്, നീതിയെ അന്വേഷിക്കുന്നവർക്ക്, പരമാർത്ഥതയെ അന്വേഷിക്കുന്നവർക്ക്, ന്യായത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം ചിലതൊക്കെ വെളിപ്പെടുത്തി കൊടുക്കുന്നു. അവന് കണ്ടെത്തുവാൻ അവനെ പ്രാപ്തനാക്കുന്നു. അവൻ പ്രാപ്തിയുള്ളവനാകുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ അവൻ ആരോഗ്യമുള്ളവൻ, അവൻ കണ്ടെത്തുന്നവൻ. അവന് മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. അനേക കാര്യങ്ങൾ അവന് മുൻപിൽ ഇതിനു മുൻപ് മറഞ്ഞിരുന്നു. അവൻ അന്വേഷിക്കേണ്ടതുപോലെ അന്വേഷിച്ചിരുന്നില്ല. അന്വേഷണത്തിൻ്റെ ഒരു ദർശനം അവന് ലഭിച്ചിരുന്നില്ല. എന്നാൽ ദൈവത്തിൽ നിന്ന് ഈ വചനത്തെ ഉൾക്കൊണ്ട് വിശ്വാസത്തിൻ്റെ മാർഗം അവനിൽ കടന്നു വന്നപ്പോൾ അന്വേഷണത്തിൻ്റെ രീതി മാറി. അവൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കാര്യങ്ങൾ അന്വേഷിച്ചു. എങ്ങനെ അന്വേഷിച്ചു? ഈ ലോകത്തിന് അനുരൂപപ്പെടാതെ അവൻ രൂപാന്തരപ്പെട്ട് അവൻ്റെ ജീവിതത്തിലൊരു വ്യത്യാസമുണ്ടായി. അവൻ ഈ ലോകത്തിന് ദൈവ ഇഷ്ടത്തിനനുസരിച്ച് അവൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി. അതിനുശേഷം എന്നറിയാമോ? ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് അവന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നതായ, ആ രൂപാന്തരപ്പെട്ടുകൊണ്ടുള്ളതായ ഒരു അന്വേഷണം, ദൈവത്തിൻ്റെ ഹിതം ഇന്നതെന്ന് തിരിച്ചറിയുവാൻ, പൂർണ്ണ പ്രസാദമുള്ളതായ കാര്യം എന്തെന്ന് തിരിച്ചറിയുവാനുള്ളതായ ഒരു അന്വേഷണബോധം അവനിലേക്ക് കടന്നു വന്നപ്പോൾ മറഞ്ഞു കിടന്ന പല കാര്യങ്ങളും അവൻ്റെ ജീവിതത്തിൽ വെളിവാക്കുവാൻ തുടങ്ങി. അവനെ മറ്റൊന്നാക്കി മാറ്റിക്കൊണ്ടിരുന്നതായ അനേക പ്രയത്നങ്ങളിൽ അവന് ജീവിക്കുവാൻ, ഉയർന്നു വരുവാൻ സാധ്യതയില്ലാത്ത അനേക വഴികൾ അവൻ്റെ ജീവിതത്തെ നിരാശയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതായ ആ കാർമേഘങ്ങൾ അവന് മുൻപിൽ നിന്ന് മാറുവാൻ തുടങ്ങി. കർത്താവിൻ്റെ വാഗ്ദത്തം അവന് കൊടുക്കുകയാണ്. നീ അന്വേഷിക്കുക, കണ്ടെത്തും. ദൈവത്തിന് സ്തോത്രം. നാം പ്രഭാതത്തിൽ രാവിലെ എഴുന്നേറ്റ് ഈ വചനം ഉരുവിട്ടുകൊണ്ട്, കർത്താവേ, നിന്റെ വചനം എനിക്കായി വാഗ്ദത്തം തന്നിട്ടുണ്ട്, അന്വേഷിക്കുക, കണ്ടെത്തുന്നു. നിന്റെ വചനം പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനിതാ അന്വേഷിക്കുന്നു എന്ന് പറയുക. അതിനുശേഷം 3-ാമത്തെ പകുതിക്കാർക്ക് വേണ്ടി ദൈവം വാഗ്ദത്തമായി ഈ പ്രഭാതത്തിൽ നമ്മുടെ മുൻപിൽ വെളിപ്പെടുകയാണ്. എന്താണെന്നറിയാം? മുട്ടുവീൻ, തുറക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. വാർദ്ധക്യത്തിൽ നീ നരയ്ക്കോളം നിന്നെ കൈവിടില്ല എന്ന് പറഞ്ഞവൻ, നിന്നെ ബലഹീനനായി നിന്നെ ഉപേക്ഷിച്ച് കളയില്ല എന്ന് പറഞ്ഞവൻ, വഴിയിൽ നിന്നെ ഉപേക്ഷിക്കത്തില്ല, നിന്നെ വിട്ടുകളയത്തില്ല എന്ന് പറഞ്ഞവൻ, മരിക്കുവോളം ഞാൻ നിന്നെ ചുമക്കും, ചുമന്നുകൊണ്ട് അവൻ നിന്റെ ജീവിതത്തിൻ്റെ അന്ത്യം വരെയും നിനക്ക് വേണ്ടത് സകലതും നൽകിത്തരാമെന്ന് പറഞ്ഞതായ ദൈവത്തിൻ്റെ വാഗ്ദത്തം നിന്റെ ജീവിതത്തിൽ കൂടെ പരമാർത്ഥമായി വരികയാണ്. നോക്കൂ, മനോഹരമായ വാഗ്ദത്തങ്ങളോടുകൂടി, അതിൻ്റെ നിവൃത്തിയോടുകൂടി ദൈവം നമുക്ക് വാഗ്ദത്തം തരിക. എന്താണ് വാഗ്ദത്തം? നമ്മുടെ ജീവിതത്തിൽ ചോദിച്ചിട്ടും ഇതുവരെയും ലഭിക്കാത്ത കാര്യങ്ങളുടെ നിവൃത്തികൾ ദൈവം ആരംഭിക്കുവാൻ പോകുകയാണ്.